പ്രധാനപ്പെട്ട ഒരു സംവാദമെന്ന രൂപേണ സർക്കാർ ഓഫീസിൽ പണിയെടുക്കുന്ന ജീവനക്കാരും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരും അടങ്ങുന്ന ജീവനക്കാരുടെ ഐക്യവേദി ഒരുപക്ഷെ സാംസ്കാരിക കേരളത്തിൻ്റെ പുതിയ ചരിത്രം രചിക്കുമ്പോൾ എങ്ങനെയാണ് ഓരോ ഇന്ത്യൻ പൗരനും മലയാളി പൗരനും ഈ കാലത്തിനോട് സംവേദിക്കേണ്ടത് എന്നതിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഈ ജാഥ എന്ന് പറയേണ്ടി വരും. നിശ്ചയമായും നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ജനത സ്വർഗരാജ്യത്തിലെ വാസം പോലെ സുഖസമൃദ്ധിയിലൊന്നുമല്ല ജീവിക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും പരസ്പരം ദുഃഖം പങ്കിട്ട് കരയേണ്ടുന്ന കാര്യമല്ല. സുഖദുഃഖങ്ങളൊക്കെ ഉണ്ട്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്. പക്ഷേ ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മുടെ പൗരബോധം എങ്ങനെയാണ് ഈ നന്മകളുടെ പുതിയ വാതായനങ്ങൾക്കായി ഒരുക്കേണ്ടത് എന്ന ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട് എന്നതാണ് ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതാർക്കെങ്കിലും കോൺട്രാക്റ്റ് കൊടുക്കുകയോ ഔട്ട്സോഴ്സ് ചെയ്തോ മാറി നിന്ന് ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങൾ ചന്ദ്രനിലും ബുധനിലും താമസിക്കുന്ന അന്തേവാസികളാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതല്ല. സാമൂഹ്യ രംഗം എന്നത് ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം പങ്കാളികളായി പരസ്പരം പങ്കുവെച്ച് പരസ്പരം വളരെ ക്രിയാത്മകമായ വർത്തമാനം പറഞ്ഞ് നന്മകളുടെ പുതിയ കിരണങ്ങൾ ഉണ്ടാക്കാൻ എനിക്കെന്തു പറ്റും, നമുക്കെന്തു പറ്റും, നമ്മുടെ സർക്കാരിന് എന്തു പറ്റും, കൂട്ടായ്മകൾക്ക് എന്തു പറ്റും എന്നുള്ള ഗവേഷണ പദ്ധതിയാണ്. ആ ഗവേഷണ പദ്ധതിയുടെ ഒരു അധ്യായം, ഒരു പാരഗ്രാഫ് എങ്കിലും നിർവഹിക്കാൻ കഴിയുന്ന FSITO സംഘടന, സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മഹത്തായ ഐക്യവേദിയുടെ ഈ ജാഥാ പ്രചരണത്തെ അല്ലെങ്കിൽ കാൽനട ജാഥയെ വലിയ സന്തോഷത്തോടുകൂടി സംഘാടക സമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. റെഡ് സല്യൂട്ട്. ഇവിടെ നേരത്തെ ധാരാളം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ആവർത്തനം വിരസതയാണ് എന്നറിയാം. അത്രയ്ക്കൊന്നും ഇത്തരം കാര്യങ്ങളോടൊന്നും അത്രയ്ക്കൊന്നും പോസിറ്റീവായി റെസ്പോൺസ് ചെയ്യുന്നവരല്ല ഒരു പക്ഷേ നമ്മുടെ കേരളീയ ജനത. അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ആ പ്രാസംഗികൻ പറഞ്ഞല്ലോ, മനോരമ എന്ന് പറഞ്ഞൊരു പത്രത്തെക്കുറിച്ച് വിശദീകരിച്ചില്ല. പിന്നെ എന്തിനാ വിശദീകരിക്കണേ? ഈ കേരള സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്ത് തന്നെ അപൂർവതകളുടെ അപൂർവതയായി ഇന്നലെയുണ്ടായ ഒരു വർത്തമാനത്തെ എത്രമാത്രം മ്ലേച്ഛമായി പരിഹാസത്തോടുകൂടിയല്ല, പ്രതിഷേധത്തോടുകൂടി, അടങ്ങാത്ത രോഷത്തോടുകൂടി ഒരു മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് നിർവഹിക്കുക എന്നുള്ളതിൻ്റെ മ്ലേച്ഛമായ അനാവരണമാണ് ഇന്നത്തെ മനോരമ കുറ്റം പറയാനൊന്നല്ല ഈ ജാഥ. പക്ഷെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വഴിതെറ്റി പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അക്ക വീട് തൃശ്ശൂർക്കാർക്ക് സുവോളജിക്കൽ പാർക്കിനോട് എന്തുമാത്രം പ്രതികരണം ഉണ്ടാവുമെന്ന് അറിയാലോ. ഇത് നമ്മുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉണ്ടായതാ. ഇത് നമ്മുടെ കുഞ്ഞാ. ദീർഘനാള് ആറ്റുനോറ്റ് ഒരു ഉണ്ണി പിറന്നതാ. ആ ഉണ്ണി പിറന്നതിൻ്റെ ആഘോഷം ഒരുപക്ഷെ കേരള സംസ്ഥാനം മുഴുവൻ അതിൻ്റെതായ ഹൃദയസ്പൃക്കായി സ്വീകരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ തൃശ്ശൂരിലെ അന്തേവാസികൾക്ക്, ജനങ്ങൾക്ക് അഭിമാന പുരസ്സരം ഏഷ്യയിലെ തന്നെ 3ാമത്തെ സവിശേഷതകളോടുകൂടിയ ഒരു പാർക്ക്, ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും മികവാർന്ന ഉയരങ്ങൾ കീഴടക്കിയ പാർക്ക്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനാരവത്തോടെ കക്ഷിഭേദത്തിന്റെ സങ്കുചിതമായ വീക്ഷണങ്ങൾ ഇല്ലാതെ കണ്ട് ആ ശുഭമുഹൂർത്തത്തിൽ അക്ഷരാർത്ഥത്തിൽ കേരളം ഒരു വലിയ ആനന്ദലെത്തിക്കിന് എന്ത് വേണം എന്നതുപോലെ തന്നെ സ്വീകരിക്കുമ്പോൾ പ്ലീസ് ഇന്നലത്തെ മലയാള മനോരമ ഒന്ന് നോക്കണം, എവിടെയാ കിടക്കണേ എന്നുള്ളത് നോക്കൂ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയും
അല്ലെങ്കിൽ ഒട്ടനവധി നിരവധി ഇപ്പോഴടക്കമുള്ള ഗോപാലൻ സാർ അടക്കമുള്ള നിരവധി ആളുകൾ പത്രപ്രവർത്തനത്തെ നീതിമാന്റെ യുക്തിബോധത്തോടെ ഒരുപക്ഷെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ജീവകാരുണ്യത്തിൻ്റെ പുതിയ സൂര്യകിരണം പോലെ കാണേണ്ടുന്ന പത്രപ്രവർത്തനത്തെ ഒറ്റുകാരുടെ രൂപത്തിലേക്ക് ഏതോ ചില സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിതെറ്റിച്ചു വിടുന്ന ഈ പാവപ്പെട്ട ആളുകളെ വഴിതെറ്റിച്ചു വിടുന്ന ഏറ്റവും നിന്ദ്യവും നീചവുമായ പ്രവർത്തനത്തിന്റെ ആ പരമ്പരയിലെ നായിക സ്ഥാനമാണ് ആ പത്രം എന്ന് പറയുന്നത്. ആ പത്രപ്രവർത്തകരോടുള്ള വിഷമല്ല, അതിനതിൻ്റെതായ വശങ്ങളുണ്ട്. പ്രശ്നം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമുക്ക് എല്ലായിടത്തും പോയി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. എല്ലായിടത്തും പോയി അന്വേഷിക്കുമ്പോഴാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച 2000 രൂപ സാമൂഹ്യ പെൻഷന്റെ കഥയുടെ പൊരുളറിയുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ല, പൊതുവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്. നിശ്ചയമായും എന്താണ് 2000-ന്റെ പ്രസക്തി? 2000 നോട്ടിൻ്റെ അല്ല, ചത്തുപോയല്ലോ അത്. പക്ഷേ 2000-ന്റെ പ്രസക്തി എന്താ? അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താ? അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം എന്താ? അത് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലുള്ള സ്വാധീനം എന്താ? അത് പരിശോധിക്കുമ്പോഴാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്ന മൂർത്തമായ മുദ്രാവാക്യം സംശീകരിക്കുമ്പോഴാണ് എന്തേ കേരളത്തിൽ മാത്രം 2000 എന്ന പ്രസക്തമായ ചോദ്യം ഉയരുന്നത്. കേരള സംസ്ഥാനത്തിന് പണത്തിൻ്റെ ആർഭാടം കൊണ്ട് സമ്പന്നതയുടെ കൊടിമൂടിയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെലവ് ചെയ്യേണ്ടത് എന്നുണ്ട് എന്നതിൽ അർത്ഥത്തിലല്ലല്ലോ ഈ സാധനം വന്നത്. എന്താ അടിസ്ഥാനപരമായ പ്രശ്നം? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 2016 അധികാരത്തിൽ വരുമ്പോൾ 500+100 കൊടുത്തിട്ടില്ല, അതുകൊണ്ട് 500 എന്ന് പറഞ്ഞു. 500 വെച്ച് അവസാനിപ്പിച്ചതാണ്. പോരാൻ നേരത്ത് ചൂണ്ടയിട്ടതാണ് 100 എന്നുള്ളത്. പക്ഷേ പ്രബുദ്ധരായ ജനത മനസ്സിലാക്കി ഇത് പറ്റിക്കലാണ്, ഉടായ്പാണ്. അങ്ങനെയാണ് നിങ്ങളുടെ 100 വിശ്വസിച്ചില്ല, നിർത്തിപ്പോയതാ. 2016 അന്നത്തെ UDF സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന്റെ 18 മാസം മുമ്പ് ഇവിടത്തെ സാമൂഹ്യ പെൻഷൻ ക്ലോസ്, അത് അവസാനിപ്പിച്ചതാ. പിന്നെയാണ് നമ്മൾ വെള്ളം തെളിച്ചടിപ്പിച്ചത്. നോക്കൂ, ഒരു തരത്തിലുള്ള വേതാളക്കഥയല്ല പറയണത്, ഒരു തരത്തിലുള്ള നുണയ വർത്തമാനങ്ങളുടെ പരമ്പരയല്ല പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ണു തുറന്ന് കാണാൻ, അല്ലെങ്കിൽ തൃക്കണ്ണൊന്നും വേണ്ട, നേർക്കണ്ണുണ്ടെങ്കിൽ മാത്രം കാണാൻ കഴിയുന്ന വസ്തുതകളുടെ ഏതാനും കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ 600 അല്ലെങ്കിൽ 500 ഏതാണ്ട് 10 കൊല്ലം കഴിയുമ്പോൾ 2000-ന്റെ ശിഖരം തൊടുമ്പോൾ എന്താണ് ഇന്ത്യയിലെ സ്ഥിതി? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ബീഹാർ, കേരളമൊഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായും BJPയുടെ പ്രവർത്തകർ പറയും, നേതാക്കന്മാർ പറയും, ആ 1600-ൽ 2000-ൽ കേന്ദ്രത്തിന്റെ പങ്കുണ്ട്. പ്ലീസ് തർക്കിക്കാൻ പോകരുത്. ഉണ്ട്. ആരല്ല എന്ന് പറയുന്നത്? ഉണ്ടെന്നേ. ഉള്ളതുപോലെ വരവെച്ച് വർത്തമാനം പറയുമ്പോഴാണ് സംവാദം നടക്കുള്ളൂ. 2000-ൽ 1600-ൽ കേന്ദ്ര സർക്കാരിന്റെ പങ്കുണ്ട്. അത് ₹200 ഓൺലി, 200 കൂവയുണ്ട്. കേരള സംസ്ഥാനത്ത് 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നു. 5-1 ആൾക്ക്, 4-1 ആൾക്ക് കൊടുക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് 200 രൂപ കൊടുക്കുന്നതിന്റെ കേരള പതിപ്പ് എത്രയാ? നമ്മൾ 62 ലക്ഷം പേർക്ക് കൊടുക്കുമ്പോൾ 200 രൂപ ലഭ്യമാകുന്നത് 7.5 ലക്ഷം പേര്, പക്ഷേ 8 ലക്ഷം. ആ നിലവാരത്തിലല്ലേ ഇന്ത്യയിൽ കൊടുക്കുന്നുള്ളൂ.
അത് മതി എന്നതാണ് സമീപനം. വലിയ വ്യത്യാസമുണ്ട്. ഇത് ഗണിതശാസ്ത്രത്തിന്റെ പെരുക്ക് പട്ടികയിലേക്ക് മാറ്റുമ്പോഴാണ് ഈ 8 ലക്ഷവും ഈ 62 ലക്ഷവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുക. 200 ഉറുപ്പ്യയും 1600 ഉറുപ്പ്യയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുക. പട്ടിണി കടന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു ഖജനാവ് വല്ലാതെ കണ്ട് അട്ടഹാസത്തോടെ, ആർദ്രതയോടെ, വ്യസനത്തോടെ കിടന്ന് നിലവിളിക്കുന്ന നേരത്താണ് കേരള സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നും ചങ്കു പറിച്ചു കൊടുക്കുന്നത് പോലെ ഈ സംസ്ഥാന സർക്കാർ 600-ന് പദം ചരിച്ചു. നാം 600 കയറി 1000 തിരുന്നൂറ് ഇങ്ങനെ കയറിപ്പോയിട്ടാണ് 2000-ന്റെ ശിഖരം തൊട്ടത്. ഏതാ അവസാനത്തെ നിർത്തിയിട്ടില്ല കേട്ടാ. നമ്മൾ നിർത്താൻ വേണ്ടിയിട്ടല്ല 2000-ലെത്തിയത്. അവിടെ നിന്ന് ഒരു കിതപ്പിന് ശേഷം വീണ്ടും ബാറ്റ് ചെയ്യാനാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ 2000-ന്റെ പകിട്ട് മനസ്സിലായാലാണ് എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ഈ പഞ്ഞമാസങ്ങളിലും ഈ പരിമിതികൾക്കിടയിലും ഈ പരാധീനതകളുടെ കെട്ടുവള്ളങ്ങൾക്കിടയിലും ഈ അവശന്മാരാർത്തന്മാരായ ആളുകളുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുന്നത് എന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നമുക്ക് എല്ലാവർക്കും തിരക്കാണ്, എല്ലാ ആളുകൾക്കും മുൻഗണനയുണ്ട്. നേരം വെളുക്കുമ്പോൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ വാട്ട് ടു ഡു പിള്ളേർ പറയണതാ. ഇന്ന് എന്ത് ചെയ്യണമെന്നുണ്ട് ലിസ്റ്റ് ഉണ്ടാക്കും, എല്ലാവരും ചെയ്യണതാ. അത് സംസ്ഥാന സർക്കാരും ചെയ്യും, കേന്ദ്ര സർക്കാരും ചെയ്യും. അവിടെയാണ് കേരള സർക്കാർ വ്യത്യസ്തമാകുന്നത്, അവിടെയാണ് കേന്ദ്ര സർക്കാരും വ്യത്യസ്തമാകുന്നത്. മായാജാലമല്ല, മന്ത്രവാദമല്ല. ഒരു സംസ്ഥാന ഭരണകൂടം, ഒരു കേന്ദ്ര ഭരണകൂടം ആ രാജ്യത്തെ ജനങ്ങളോട് എടുക്കുന്ന സമീപനത്തിന്റെ മുൻഗണനയാണ് പ്രശ്നം. പണമില്ലാത്ത അല്ലെങ്കിൽ സമ്പത്തില്ലാത്ത വിഭവങ്ങളില്ലാത്ത ഒരു ദരിദ്ര രാജ്യമല്ല ഇന്ത്യ. സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന രാജ്യമാണ്. നമ്മുടെ മണലാരണ്യങ്ങളിലെ മിനറൽസ് എടുത്താൽ മതി, ഒന്നും വേണ്ട. സൂര്യഭഗവാന്റെ വെളിച്ചം മാത്രം മതി. അതുമുതൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമ്മുടെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിവിധങ്ങളായ ഒട്ടനവധി ഒരുപക്ഷെ സ്ഥാപനങ്ങളുടെ പരമ്പരകൾ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഇന്ത്യ രാജ്യത്തിന് സാന്ത്വനമേകി, പരിലാളനമേകി അവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വെളിച്ചം കൊണ്ടാണ്, അത് തരുന്ന അന്നം കൊണ്ടാണ്, അത് തരുന്ന മികവ് കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഹരിത വിപ്ലവം തുടങ്ങിയ നിരവധി വികസന വിപ്ലവത്തിന്റെ തേരോട്ടം നടത്താൻ കഴിഞ്ഞത്. അതിൽ നിന്നും വ്യത്യസ്തമായി പിന്നീട് രാജ്യത്ത് വന്ന വിവിധങ്ങളായ മാറ്റങ്ങളുടെ ഭാഗമായി അവയെ എല്ലാം തന്നെ വിറ്റുപെറുക്കി, അതിനെയെല്ലാം തന്നെ വൈകുന്നേരത്തെ ചാല കച്ചവടം നടത്തുന്നത് പോലെ ഇന്ത്യയിലെ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പെറുക്കി നാട് വിറ്റ് കുത്തിച്ചോർത്തുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതിന്റെ വളരെ ദയനീയമായ ദൃശ്യം ഇന്ന് രാജ്യത്തെ ജനങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല, ഈ കേന്ദ്ര സർക്കാർ അവലംബിക്കുന്ന നയം നാടിനെ വിറ്റുപെറുക്കലാണ്. വിറ്റുപെറുക്കി കിട്ടുന്ന കാശ് പെൻഷൻ കൊടുക്കാനല്ല ഉപയോഗിക്കുന്നത്. വിറ്റുപെറുക്കി കിട്ടുന്ന കാശ് അവശന്മാരാർത്തന്മാരായ ആളുകളുടെ കണ്ണീരൊപ്പാനല്ല ഉപയോഗിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന കാശ് പോലും, ഈ നാട് വിറ്റ് കിട്ടുന്ന കാശ് നാട്ടിലെ ഏറ്റവും ഉന്നത കുലജാതരായ 1, 2, 3, 4, 5% വരുന്ന കോർപ്പറേറ്റുകൾക്കും സമ്പന്ന വിഭാഗങ്ങൾക്കും ഒരുപക്ഷെ സ്വർഗരാജ്യത്തിന്റെ പറുദീസയൊരുക്കുന്ന തത്രപ്പാടിലാണ് രാജ്യത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭരണാധികാരികളുടെ മുൻഗണന. അതുകൊണ്ടാണ് 17 കൊല്ലക്കാലമായി 17
കൊല്ലക്കാലമായി BJP സർക്കാർ 10 കൊല്ലമായിട്ടുള്ളൂ. അതൊക്കെ മുമ്പുള്ള കോൺഗ്രസിന്റെ സർക്കാരും 200 രൂപ കൂട്ടാക്കിയില്ല. 17 കൊല്ലക്കാലം 200 രൂപയുടെ നയാ പൈസ കൂട്ടാത്ത ഒരു രാജ്യത്തിനകത്താണ് കേരളം എന്ന തുരുത്തിനിരുന്നു കൊണ്ട്, ഈ കേരളം മലയാളികളുടെ മാതൃഭൂമിയിൽ നിന്നുകൊണ്ട് നാം തീരുമാനിച്ചത് ഇത് ഈ സാധാരണക്കാരായ ആളുകളുടെ ജീവിക്കാനുള്ള കാലയളവുണ്ടല്ലോ, ആ കാലയളവ് പിന്നെ എന്തെങ്കിലും സ്വർഗരാജ്യത്ത് പോയിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന സന്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഭൂമിയിൽ തന്നെ ഇല്ലാത്ത കാശുണ്ടാക്കി 2000-ലേക്ക് എത്തിയത്. ഒറ്റ ചോദ്യമുള്ളൂ ഇത്. ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ പെൻഷൻ കൊടുക്കുന്ന ഏത് സംസ്ഥാനമുണ്ട്? ഏത് സംസ്ഥാനമുണ്ട്? അളവിൽ, വ്യാപ്തിയിൽ, തൂക്കത്തിൽ. ഈ പണത്തിന്റെ ഗുണമെന്താ? പണം കിട്ടുമ്പോൾ വല്യമ്മയും വല്യച്ഛനും കൂടി 3200 രൂപയാണല്ലോ ഇതുവരെ കിട്ടിയിരുന്ന്. ഓണം വന്ന പോലെയാ എല്ലാ മാസവും ഓണം വരുത്തുക. എല്ലാ മാസവും ഓണം വരുത്തുമ്പോ അവർക്ക് ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളുടെ എല്ലാ പാരാവാരങ്ങളൊന്നും നേടിപ്പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ കാരണവർക്ക് ഷേവ് ചെയ്യാൻ നേരത്ത് കാശ് മോനെ താടാ 10 രൂപ എന്ന് ചോദിക്കണ്ട. ആത്മാഭിമാനത്തോടു കൂടി ഒരു സർക്കാരിന്റെ സാന്ത്വനം തണലും പ്രദാനം ചെയ്ത് ദൈനംദിന ജീവിത വൃത്തിയില് ആത്മാഭിമാനത്തിന്റെ ആ സന്തോഷം പങ്കിടാൻ ഈ സർക്കാർ സഹായിക്കുക. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഈ 2000-ന്റെ സാമൂഹ്യ പ്രസക്തി എന്താണ്? ഒരു മാസം 1000 കോടി രൂപ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിലേക്ക് 62 ലക്ഷം പേരിലേക്ക് സമഭാവനയോടെ വിതരണം ചെയ്യുമ്പോൾ ആ സമഭാവനയാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ തിമിർപ്പിന്റെ ആധാരം. സംസ്കൃത ഭാഷയൊന്നുമല്ല. എന്താ കാര്യം? ആ കാശ് കിട്ടുമ്പോഴാണ് ഈ ചായക്കടയിൽ വന്നൊരു ചായ കുടിക്കണത്, അപ്പുറത്ത് വന്നൊരു പഴംപൊരി തിന്നണത്. ഈ നാട്ടിലെ സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്നത് ഈ വിതരണ ശൃംഖലയുടെ മഹനീയത കൊണ്ടാണ്, മഹത്വം കൊണ്ടാണ്. 62 ലക്ഷം പേർക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് സമ്പ്രദായത്തിന്റെ ഒരു കൊച്ചു പതിപ്പ്, ഒരു മൈക്രോ എക്സാമ്പിൾ. ഇതിനേക്കാൾ പെരുത്ത് കാശുള്ളതാ കേന്ദ്ര സർക്കാർ. ആ കാശ് ആർക്കാ കൊടുക്കണേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദാനിക്ക് കൊടുക്കുന്നു, അംബാനിക്ക് കൊടുക്കുന്നു, ടാറ്റയ്ക്ക് കൊടുക്കുന്നു, ബിർളയ്ക്ക് കൊടുക്കുന്നു, 2-3% വരുന്ന കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നു. ഈ നാടിന്റെ സമ്പത്ത് തന്നെ, എന്റെയും നിങ്ങളുടെയും കാശ് തന്നെ. ആ കാശ് അവിടെയുള്ളവർ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയുള്ളവർ ഇങ്ങനെ ചെയ്യുന്നു. അവിടെ വിതരണം ചെയ്തതിന്റെ ഫലമാർക്കാ? അംബാനി, അദാനി പാട്രാക്കിൽ വന്ന് ചായ കുടിക്കോ? കൊമ്പൻ കോർപ്പറേറ്റുകൾ പാട്രാക്കിലോ തൃശ്ശൂരിലോ കോഴിക്കോടോ പട്ടണങ്ങളിലോ വന്നോ? അല്ലല്ലോ. ആ സമ്പത്തിന്റെ പുനർവിതരണം നടത്തുക. അവരോഹരി കമ്പോളത്തിൽ പോകും. അവരെ വമ്പൻ വലിയ അന്താരാഷ്ട്ര മാർക്കറ്റുകളിലെ ചൂതാട്ടങ്ങളിലാണ് ഈ പണം വിന്യസിക്കുന്നത്. നാടിന്റെ പണം ചൂതാട്ട കേന്ദ്രങ്ങളിലേക്ക് പോകണമോ? നാടിന്റെ പണം ഇവിടെ തന്നെ തളിർത്ത് മുളച്ച് വളർന്ന് വലുതായി എല്ലാവർക്കും അനുഭവേദ്യമാകണോ? ഇതാണ് 2000-ന്റെ ധനതത്വശാസ്ത്രം. അങ്ങനെയാണ് കേരളത്തിന് പുതിയ വികസന പരിപ്രേക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് കേരളം വികസിക്കുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ എന്താ? അത് രാജ്യത്തെല്ലാവർക്കും അനുഭവവേദ്യമാകേണ്ടതാണ്. ഈ പണം കൊടുക്കുന്നില്ലെങ്കിലോ ഈ കമ്പോളം ഒരടിക്കും. കച്ചവടക്കാർക്ക് കച്ചവടം ഉണ്ടാവില്ല. പച്ചയായി പറഞ്ഞ മറ്റവർക്ക് കൊടുത്തു കഴിഞ്ഞാലോ അത് ആഭ്യന്തര കമ്പോളത്തെ ബാധിക്കില്ല. അത് വിദേശ നാണയം നേടുന്നതിൽ എന്തേ സ്വർണ്ണവില കൂടണേ? ചില ആളുകൾ പറയും അതങ്ങനെയാണ്, അത് ട്രംപാണ്, അത് ഡൊണാൾഡ് ട്രംപ് ഒക്കെ ആയിരിക്കാം. അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്നറിയാമോ? ലോകത്ത് ഇതുപോലെയുള്ള വലിയ കുത്തകകളുടെ കൈകളിലേക്ക് പണത്തിന്റെ വേലിയേറ്റം സംഭവിക്കുമ്പോൾ കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, ലോകത്താകമാനം നടക്കുന്ന ആ പ്രക്രിയയില് ഈ പണം തോനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? എവിടെയെങ്കിലും ഒളിപ്പിക്കണ്ടേ?
വീടിന്റെ തെങ്ങിന്റെ കിടക്ക് കുഴി കുത്തി ഭരണിയിൽ കുഴിച്ചിടാൻ പറ്റുമോ ഈ കാശ് മുഴുവൻ? അതിനു പകരം അവർ നിക്ഷേപിക്കുന്നത് ഓഹരി കമ്പോളത്തിലാണ്. അതിപ്പോ ഡൊണാൾഡ് ട്രംപിന്റെ വരവോട് കൂടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സോൾഗഡിയില്ലേ, ആ ചെങ്ങാതിയുടെ ചെകുത്താന്റെ വരവോട് കൂടിയിട്ട് ലോകത്തെ സമ്പദ് വ്യവസ്ഥയില് ആ കോർപ്പറേറ്റുകൾക്ക് പോലും വിശ്വാസമില്ല. ഡോളർ എന്ന് പറയുന്ന നാണയം എന്ന് വേണമെങ്കിലും 2016 നോട്ട് നിരോധന കാലത്ത് നിരോധിച്ച നോട്ടിന്റെ പീറക്കടലാസായി മാറാൻ ഇത് അധികകാലം വേണ്ട എന്നുള്ളതാണ് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഭരണഫലം. അപ്പോ മുതലാളിമാര് ശ്രമിക്കണത് ആ കറൻസിയിൽ വേണ്ട, ഒരു മെറ്റലിൽ നിക്ഷേപിക്കാം. അത് ഈ കാശി ആ തള്ളിപ്പാച്ചിയാണ്. ആ തള്ളിപ്പാച്ചലിൽ നിന്നാണ് ഈ കയറ്റം. നമ്മുടെ പെങ്ങളുടെ കല്യാണം കഴിക്കാനാണ് പ്രയാസം. ആ അർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിന്റെ മുൻഗണന എന്ത്, സംസ്ഥാന സർക്കാരിന്റെ സമീപനത്തിന്റെ മുൻഗണന എന്ത്? ഇതാണ് ഈ ജാഥയുടെ ഏറ്റവും മൂർത്തമായ പ്രമേയം. ഇന്നത്തെ പത്രത്തിൽ കണ്ട മറ്റൊരു ആവേശകരമായ കാര്യം വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് കർഷക തൊഴിലാളികൾക്ക് 1980 ഏറമ്പാല കൃഷ്ണൻ നായനാര് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ എന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരുന്ന് അതിനെ കളിയാക്കി കുറച്ച് വർത്തമാനം പറഞ്ഞ നേതാവിന്റെ പേരാണ്, മരിച്ചു പോയാലും പേര് മാറാൻ പറ്റില്ല, കെ കരുണാകരൻ. പറഞ്ഞത് എന്താണെന്നറിയാമോ? നോട്ട് അറ്റ് ഓൾ പ്രൊഡക്റ്റീവ്. അങ്ങനെയല്ല ചങ്ങാന്ന് പറയും, പല്ലിടിച്ച് പിടിച്ചേ പറയുള്ളൂ. അത് ഉൽപാദനപരമല്ല. അല്ല, ഇത് 45 റുപ്യ ഈ കാർന്നൂർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അറ്റ കാരണം എന്താ ചെയ്യുക? മാസത്തിലൊരിക്കൽ പോയി ആ കളി ഷാപ്പിൽ പോയിട്ട് ഇത്തിരി സ്മോൾ അടിക്കും. സ്മോളൊന്നുമല്ല, ഒരു അര ക്ലാസ്, ഇത്രേ ഉള്ളൂ. ഇതേ ഉള്ളൂ ഇൻവെസ്റ്റ്മെന്റ്. എന്താ പറഞ്ഞത്? ഈ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കറുത്ത നിറമുള്ള ലുക്കില്ലാത്ത, എന്നാൽ ഈ മനുഷ്യരെ അന്നമൂട്ടുന്ന ദൈവസമാനമായ പ്രവൃത്തി ചെയ്യുന്നവരാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ കർഷക തൊഴിലാളികൾ, നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയായേന്, ചത്തുപോയേന്. പക്ഷേ നമ്മുടെ പോക്കറ്റിൽ കാശില്ല. അതുകൊണ്ട് ഉള്ള കാശ് ചങ്കു പറിച്ചു കൊടുക്കണ പോലെ ഈ കെ നായനാർ പറഞ്ഞു 45 റുപ്യ ഇരിക്കോട്ടെ. ഇതാണ് ഉണ്ടായത്. അങ്ങനെയാണ് സാമൂഹ്യ പെൻഷന്റെ ഭ്രൂണം പൊട്ടി വലുതായി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തുന്നത്. അതതിനെ പ്രത്യുൽപാദനപരമല്ലെന്നും അത് അസാധ്യമാണെന്നും അത് വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടാകുമെന്ന നിരവധി തിയറി വെച്ച ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംസ്ഥാനത്തെ, ഒരു രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി കിടക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ പോരാട്ടത്തിലേക്ക് വളർന്നു വന്ന് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. ആ 45 റുപ്യ കൊടുത്തത് മുതൽ ഇപ്പൊ വരുന്ന കാര്യങ്ങൾ വരുമ്പോ അതിനെ എല്ലാം തന്നെ അടച്ചാക്ഷേപിച്ച് അതിനനുസരിച്ച് പരിഹാസത്തിന്റെ വഷളൻ ഉദ്ധരണികൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ നാട്ടിലെ മാധ്യമങ്ങൾ, മനോരമയായാലും മാതൃഭൂമിയാണെങ്കിലും, ഇപ്പൊ മാതൃഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വാക്ക് അധികം താമസിയാണ്ട് മാറ്റിയേ വേണ്ടൂ. മാതൃ എന്ന് വിട്ട് ജന്മ എന്നാക്കിയ മതി. അതവിടെ നിൽക്കട്ടെ. വിഷയം എന്താ? ഈ സൽക്കർമ്മത്തിന്റെ ആ സൗരഭ്യവും സൗന്ദര്യവും അന്തരീക്ഷത്തിൽ വ്യാപരിപ്പിക്കുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ കുശുമ്പിന്റെ കുന്നായ്മയുടെ ഒട്ടനവധി വഷളൻ പ്രയോഗങ്ങൾ നടത്തി എന്ന് പറഞ്ഞ ആളുകളാണ്. ദാരിദ്ര്യം മൂലം കേരള ഖജനാവ് വല്ലാതെ ശോഷിച്ചപ്പോൾ 5 മാസം കടം പറയേണ്ടി വന്നു ഈ പാവപ്പെട്ടവരോട്. എന്തുമാത്രം പെലാട്ട കേട്ടേ നോക്കൂ. കൊടുത്തു തീർത്തില്ലേ? ഇനി 1 മാസം ഉള്ളൂട്ടാണ്. ഇതാണ് പ്രതിബദ്ധതയുടെ, സ്നേഹവായ്പിന്റെ, ഉത്തരവാദിത്വത്തിന്റെ, അക്കൗണ്ടബിലിറ്റിയുടെ മറുവാക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം.
കടക്ക പറയും ഇല്ലാണ്ടല്ലേ. ഈ ദാരിദ്ര്യത്തിൽ കിടന്ന് നമ്മൾ ഒരുമിച്ച് സമരം ചെയ്യുമ്പോണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ, മറക്കുവോ? അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അന്ന് ആ പെൻഷനെ കളിയാക്കിയവർ ഇന്നിപ്പോ കൂട്ടിയത് എന്തിനാന്നാ കുസൃതി ചോദ്യം. അതവിടെ നിൽക്കട്ടെ. ഏതോ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു കേട്ടു, ഇത് ഞങ്ങൾക്കിട്ട പാര്യാണ്. ഏത് നിങ്ങളിതിപ്പോൾ കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോകും, അടുത്ത പ്രാവശ്യം ഞങ്ങൾക്കുള്ള സാമ്പത്തിക ഭാരം ഉണ്ടാക്കി വെക്കുക LDF. ഓ, ഉടനെ ട്രോൾ ഇറങ്ങിയിട്ട് വെച്ചാൽ വല്ലാണ്ട് വിഷമിക്കണ്ട. ആര്? നിങ്ങൾ വല്ലാണ്ട് വിഷമിക്കണ്ട. ഇത് ഉണ്ടാക്കിയവർ തന്നെ, ഇത് നടപ്പിലാക്കിയവർ തന്നെ വരുന്ന 5 കൊല്ലക്കാലം കൂടി ഇതെങ്ങനെ ഭംഗിയായി കൊണ്ടു നടക്കാമെന്നുള്ളതിന് നല്ല ഗ്രഹപാഠം നടത്തിയിട്ടാണ് പോക്ക്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, ഉറപ്പാ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇതാ ഒരു പുതിയ സാമൂഹ്യ രംഗത്തെ വികസനത്തിന്റെ ആ പുതിയ ആ ബൈബിളുണ്ടല്ലോ, ആ ബൈബിളിലെ അവസാനത്തെ എഡിഷൻ അതാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ. ഇപ്പൊ 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ഇവർക്കൊക്കെ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഇതിന്റെ പ്രമേയം എന്താ? ഇതിന്റെ പ്രമേയം ഒരുപക്ഷെ ലോകത്ത് തന്നെ ഈ വീട്ടമ്മമാർ അടുക്കളയുടെ പുകക്കുഴൽക്കുള്ളിൽ, ഇപ്പൊ പുകക്കുഴലൊന്നുമില്ല, ഗ്യാസാ, എന്തായിരുന്നാലും ആ കാണാപ്പണിയുടെ തീക്കുണ്ടം തീർക്കുന്ന ആ വീട്ടമ്മമാരുണ്ടല്ലോ, MA കാര്യവും MSc കാര്യവും വീട്ടിലെന്താ പണി? ഈ സാമ്പാറും പുളിശ്ശേരിയും വെക്കലാ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണാപ്പണിയുടെ തീക്കുണ്ടം. ആരെങ്കിലും ഒഴിച്ചിയോ? ആരെങ്കിലും വരവൊഴിക്കോ? ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ പോലും അത് നിന്റെ പണിയാ അല്ലേ, അത് മറ്റാൾ നിശ്ചയിച്ചാന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, വിട്ടുകളാ. പക്ഷേ അവർ ചെയ്തു തീർക്കുന്ന, അവർ ഉന്നയിക്കുന്ന ആ സാമൂഹ്യപരമായ അവരുടെ ഒരു പുതിയ സൂര്യോദയം എങ്ങനെ സാർത്ഥകമാക്കാം? എനിക്കും വരുമാനമുണ്ട്, എനിക്കും 1000 രൂപ ഒരു സർക്കാർ തന്ന് എന്നെ ആദരിക്കുന്നുണ്ട് എന്ന ആ പുതിയ കാഴ്ചപ്പാടുണ്ടല്ലോ, ആ ചത്തുപോകുന്നതിന് മുൻപുള്ള ഒരു വരം കൊടുക്കല. സാര കാര്യമല്ല അത്. എന്താ കാരണം? സർവരാലും അവഗണിച്ച് സ്വന്തം വീടിനകത്ത് പോലും യാതൊരു പരിഗണനയും ഇല്ലാതെ കണ്ട് ചെയ്തു കൂട്ടുന്ന പണികളുടെ ആ ഭാരവും അതിൻ്റെ കാര്യങ്ങളും ഒന്നും സംശീകരിക്കാതെ ഈ ഒരു സമൂഹം അവരെ അക്ഷരാർത്ഥത്തിൽ പാർശ്വവൽക്കരിക്കുമ്പോൾ ഒരു സംസ്ഥാന ഭരണകൂടം പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ തീട്ടൂരങ്ങളെയും പുറങ്കാലിക്കടിച്ചു കളഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ ലോകത്ത് തന്നെ ഒരു വിസ്മയം തീർക്കുന്ന കർമ്മപരിപാടിയുടെ പേരാണ് 32 ലക്ഷം വരുന്ന വീട്ടമ്മമാർക്ക് അടുത്ത മാസം മുതൽ 1000 റുപ്പീസ് വീട്ടിലെത്തിക്കാൻ പോവുക. ചിന്തിക്കാൻ പറ്റില്ല ഇന്ത്യയിലെ രാഷ്ട്രീയ നമ്മുടെ കേന്ദ്ര ഭരണകക്ഷിക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഇത് വേറെ ഒന്നുമല്ല. ഇതിന്റെ അടിസ്ഥാനപരമായ ഹേതു എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള ഏറ്റവും താഴേക്കടയിലുള്ള ജനവിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടുള്ള ആ പ്രതിബദ്ധതയുടെ വേറൊരു രൂപമാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അശമാരുടെ കാശ് കൂട്ടി, അശമാർക്ക് തൃപ്തിയൊന്നായിട്ടില്ല, ആയിക്കോട്ടെ, നമ്മൾക്കും മനസ്സിലാവട്ടെ. പക്ഷേ 2016 അശമാരുടെ ഹോണറേറിയം 1000 രൂപയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരീശ കൂട്ടി ഇപ്പം കിട്ടാൻ പോണത് 8000 രൂപയാണ്. അത് മതിയോ? പോരാ. മറ്റ് സംസ്ഥാനങ്ങളിൽ എത്ര കിട്ടണമെന്ന് കൂടി വെറുതെ ഒന്ന് അന്വേഷിച്ചോളൂ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. അഥവാ കേരളത്തിൻ്റെ പരിമിതികളെ കുറിച്ച് പറയുമ്പോൾ, കേരളത്തിൻ്റെ കുറവുകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ, കേരളത്തിൻ്റെ ചണ്ണക്കാരിനെ കുറിച്ച് പറയുമ്പോൾ പ്ലീസ് നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ആ വിമർശകരെല്ലാം ഒന്ന് ആലോചിക്കണം. ആ കാര്യത്തിൽ ഇന്ത്യൻ ശരാശരി എത്ര? നിങ്ങളൊന്ന് ഓർക്കണം. ആ കാര്യത്തിൽ കേരളത്തെ പോലുള്ള ഇതര സംസ്ഥാനങ്ങളുടെ സ്ഥിതി എത്ര? അത് പറയുമ്പോഴാണ് ഈ കേരള സംസ്ഥാനത്തിന്റെ മികവ്.
കേരളം എന്നാൽ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് രാജ്യമല്ല. നോട്ടടിക്കാനുള്ള മെഷീനും ഇല്ല, അധികാരമില്ല. പിന്നെയോ കേരളത്തിലെങ്കിലും മണ്ണടിഞ്ഞു പോയ ആ ജന്മി തമ്പുരാക്കന്മാരുടെ കാലത്തുള്ള ജന്മി കുടിയാൻ ബന്ധമാണ് ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. അധികാരം, പണം, സമ്പത്ത് എവിടെ? അപ്പുറത്ത് കേന്ദ്രത്തിൽ. ദാരിദ്ര്യം, വല്ലായ്മ, പരിവേദനം എപ്പുറത്ത്? സംസ്ഥാനങ്ങൾക്ക്. എന്നിട്ടോ ആ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ പറയാണ്, ആടിക്കളിക്കട കുഞ്ഞിരാമ, ചാടിക്കളിക്കട കുഞ്ഞിരാമ. അവിടെയാണ് കേരളം എന്ന കുഞ്ഞിരാമൻ ലോകത്ത് തന്നെ മാതൃകയായി. വിദ്യാഭ്യാസം എടുത്തോളൂ, മാഷന്മാരൊക്കെ ഉണ്ട്, എല്ലാം വിശേഷങ്ങൾ പറയാൻ നേരമില്ല. വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 3-4 കൊല്ലത്തിനിടയിൽ 14,500 ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ നാടിന്റെ പേരാണ് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ഈ 10 കൊല്ലം മുമ്പ് നമ്മുടെ സർക്കാർ പ്രാഥമിക കേന്ദ്രമാണെങ്കിലും നമ്മുടെ ജില്ലാസ്പത്രി ആണെങ്കിലും അവിടെ എന്താ കിട്ടാറുള്ളത്? എനിക്ക് തോന്നുന്നു ഒരു ചുവന്ന വെള്ളം കിട്ടാറുണ്ട്, ഒരു വെള്ള ഗുളികയും കിട്ടാറുണ്ട്. വെള്ള ഗുളികയുടെ പേര് പാരസെറ്റമോൾ എന്നാണ്. ഇപ്പൊ എന്താ? കോട്ടയത്ത് നടന്ന ലേറ്റസ്റ്റ് ശസ്ത്രക്രിയയുടെ പേര് നിന്ന ലെൻസ് അല്ലേ? നോക്കൂ, ഹൃദയം മാത്രമല്ല, ഡയാലിസിസ് മാത്രമല്ല. ചിന്തിക്കാൻ കഴിയോ? 10 കൊല്ലം മുമ്പ് നമ്മളേതുപോലെയുള്ള പരമദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്തില് ഒരു സർക്കാർ ആശുപത്രിയിൽ, എവിടെയാ? സർക്കാർ ആശുപത്രിയിൽ ആ മുഖം, ആ ബോഡി ലാംഗ്വേജിൽ തന്നെ ഉണ്ട് പുച്ഛം. ആ സർക്കാർ ആശുപത്രിയിൽ ഇപ്പൊ ഹൃദയ ശസ്ത്രക്രിയ നടത്തുക, ശ്വസന ക്രിയ നിർവഹിക്കുന്ന എഞ്ചിൻ മാറ്റിക്കുക. 5 പൈസ ഇല്ലാണ്ടാ ചെയ്യണേട്ടാ. ഡയാലിസിസ് മാത്രമല്ല, ആധുനിക ചികിത്സാരംഗത്തെ മുഴുവൻ വിസ്മയങ്ങളെയും നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മളുടെ തട്ടകത്ത് കൊണ്ടെത്തിച്ച സംവിധാനത്തിന്റെ ചുരുക്കപ്പേരാണ് LDF. ഇങ്ങനെ പറയാൻ തുടങ്ങിയ കുറേ കാര്യമുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ പെൻഷൻ, ജനകീയാസൂത്രണം. നോക്കൂ അല്ല, ഇങ്ങനെ പതുക്കെ പോയുള്ളൂ, ഒച്ചഴിയുന്ന പോലെ എഴുന്നുള്ളൂ. പക്ഷേ ആ ഒച്ചഴിയുന്ന പ്രക്രിയയ്ക്ക് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ വികസനം ഇന്നൊരു പാഠപുസ്തകമാണ്. പൊങ്ങച്ചൻ പറയാനല്ല, വിവിധ യൂണിവേഴ്സിറ്റികളിലെ പണ്ഡിതന്മാരായ ധനതത്വ ശാസ്ത്രജ്ഞന്മാർ, ലോകത്തെ തന്നെ 3 ലോക രാജ്യങ്ങളിലെ വിദഗ്ധന്മാർ കേരളം എന്ന പരീക്ഷണശാലയിൽ നടക്കുന്ന വികസനത്തിൻ്റെ പുതിയ സിലബസ് ഗവേഷണ സബ്ജക്റ്റാണ് കേട്ടോ. ഒട്ടും അതിശോക്തിയല്ല. ക്രൊയേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഭവനരഹിത സമൂഹം കെട്ടിപ്പടുക്കാൻ പറ്റുന്നുള്ളപ്പോൾ അവർ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ലൈഫ് കിട്ടി. യെസ്, സ്വാഭാവികമാണ്. ഇങ്ങനെ പറഞ്ഞു പോവല്ല. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്തരത്തിലുള്ള വ്യത്യസ്തതകളുടെ എല്ലാം കണക്കാണ് എന്നുള്ളൊരു വർത്താനമുണ്ടല്ലോ എല്ലായിടത്തും. എല്ലാം കണക്കല്ല, എല്ലാം കണക്കാണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ച ആ വഷളൻ പ്രയോഗത്തിന്റെ അടിമയാകുമ്പോൾ അത് വിശ്വസിക്കുന്നവരും സ്വയം വഷളന്മാരാകുന്നു എന്നുള്ളതാണ് വസ്തുത. എല്ലാം കണക്കല്ല. കറുപ്പും വെളുപ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിന് സ്വാംശീകരിച്ചില്ലെങ്കിൽ ഇരുട്ടിന്റെ കടന്ന വരവ് വളരെ എളുപ്പത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ നാൽക്കവലയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളെ ആ അർത്ഥത്തിൽ പ്രബുദ്ധരാക്കില്ല. അടിസ്ഥാനപരമായ പ്രശ്നം അതുതന്നെയാണ്. കേരളം എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ സാമ്പത്തിക വരുമാനമുള്ള ഒരു രാജ്യത്ത് സാമൂഹ്യ നീതിയുടെയും സാമൂഹ്യ വികാസത്തിൻ്റെയും പുതിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് NS മാധവന്റെ ഭാഷയിൽ പറഞ്ഞാൽ, NS മാധവൻ
CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണോ? NS മാധവൻ പറഞ്ഞത് കേരളം ഒരു രാജ്യമാണെങ്കിൽ ആ കേരളം ചൈനയ്ക്ക് മുകളിലാണ് എന്ന് പറയുന്നിടത്തേക്ക് എത്തിച്ചേർന്നതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ പാട്രിയാർക്കൽ സെന്ററിലൂടെ പാലും തേനും ഒഴുകി കൊടുക്കുന്നു എന്നുള്ളതല്ല. അബ്രഹാം ലിങ്കൻ ഇത്രയും വലിയ ആളാവുന്നതിന് മുമ്പ് ചെറുപ്പകാലത്ത് പട്ടിണിയിലും പരിവട്ടത്തായിരുന്നു. ഇതുപോലെയുള്ളതല്ല. ഒരു സാധാരണ 100 വാട്ടിന്റെ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ കടക്കൽ ഇരുന്ന് കൊണ്ട് പഠിച്ചാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹ്യ പ്രവർത്തനത്തിന്റെയും പുതിയ തിരമാലകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന് വെളിച്ചം വരുന്ന ഒരു വ്യക്തിത്വമായി തീർന്നതെങ്കിൽ ഏതാണ്ട് അതിനോട് ഉദാഹരിക്കുന്ന വിധത്തിൽ ഒരു കേരള സംസ്ഥാനം 10 കൊല്ലം തുടർച്ചയായി കേരളത്തിൽ ഇത്തരം ഒരു നിലാവെളിച്ചം അത് നല്ല പ്രകാശമായി തീരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒന്നൊത്തു രണ്ടൊത്തു മൂന്നൊത്താൽ കേരളം മാറും, ഇന്ത്യ മാറും, ലോകത്തിന് പാഠമാകും. അതിനനുയോജ്യമായ വിധത്തിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ സമരൈക്യ പ്രസ്ഥാനം FSCTOയ്ക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേരുന്നു. ലാൽ സലാം.